വോയിസ് ഓഫ് കിഷോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ അറിയാലോ. രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര ചേരിതിരിവും പോരും, നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിന്റെ രാജിയും അതുപോലെ MLA സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞിട്ടുള്ള വിവാദവും ഒക്കെ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് പിന്നെ അടുത്ത 2 മാസത്തിനുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷനും വരുന്നുണ്ട്. അപ്പൊ ഇനിയും ഇതിൻ്റെ കൂടെ പല പല പരിപാടികളും നമുക്ക് കാണാം. ഈ രാഹുൽ എന്ന് പേരുള്ള ആൾ തന്നെയാണല്ലോ ഇത് തൊടുത്തു വെച്ചത്, എവിടെ, ഡൽഹിന്ന്. അത് നമ്മുടെ നാട്ടിലത്തെ രാഹുലായിട്ട് അതിങ്ങനെ എത്തിച്ചു. പിന്നെ മറ്റേ രാഹുൽ പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, നാട്ടിലില്ല. പക്ഷെ ഇറ്റലിയിൽ അല്ലെങ്കിൽ അവിടെ അയാളെ രാജ്യം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങനത്തെ പരിപാടിയായിട്ട് കേട്ടിട്ടില്ല. അതായത് അങ്ങനെ ഉള്ള പരിപാടിയൊന്നും ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്നും ഓരോ വിവാദങ്ങൾ ഇപ്പൊ പൊന്തി വരുന്നുണ്ട്. എല്ലാ ദിവസവും മാറി മാറി ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. കൂടാതെ ഇനിയിപ്പോ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഇനി ഇലക്ഷൻ അടുത്തു. ഇനിയിപ്പോ രണ്ടാമതൊരു ബൈ ഇലക്ഷന് ഒരു സാധ്യത ഇല്ല, വെറുതെ രാജിവെപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പുള്ളി ഒന്ന് കുരച്ചു നോക്കിയതാ. കുറച്ചോർത്ത് എല്ലാവരും കൂടി ഒടിച്ചിട്ടു. അവരെ പാർട്ടിയിലുള്ളവർ തന്നെ നല്ല കളി കളിക്കേണ്ടത് ഇതിൽ. അല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരൊന്നും വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ പാർട്ടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരാൾ പൊന്തി വരുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ പിന്നെ അതൊക്കെ അവിടെ നിന്ന് തന്നെയുള്ള കുത്തായിരിക്കുള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് വേറെ ആരും വന്ന് കണ്ടിട്ട് കുത്താനൊന്നും ചാൻസ് വളരെ കുറവാണ്. എന്തായാലും ആ പെണ്ണ് പറയണത്, പിന്നെ പുള്ളിരായ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു ധാർഷ്ട്യത്തോട് കൂടിയിട്ടല്ലേ ആ പെണ്ണിനോട് സംസാരിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്നെയൊക്കെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സിമ്പിളാണെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന്റെ ഒരു പിടിപാടല്ല അത്. എന്താ വെച്ചാൽ ഒരാളെ കൊല്ലാൻ വളരെ സിമ്പിളായിട്ട് കഴിയും, ആരും അറിയാതെ അത് ഒതുക്കാനും കഴിയുന്നുള്ളതിൻ്റെ ഒരു എന്താ പറയാ, അതിൻ്റെ ഒരു ഇതല്ല അയാളെ പറഞ്ഞത്. അത് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, രാഷ്ട്രീയത്തിലുള്ളവർക്ക് എന്തും ചെയ്തു കഴിഞ്ഞാല് അവർക്ക് പിടിപാടുണ്ട്. മറ്റുള്ള സാധാരണക്കാരന്റെ മാതിരിയല്ല. അവർക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അവരത് ഒതുക്കി കളയും. അങ്ങനെയൊക്കെ എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ ഒതുങ്ങി പോയി എന്നുള്ളതാണ്. എന്നിട്ട് വെറുതെ ഇരുന്ന് കണ്ടിട്ട് പറയും സുരേഷ് ഗോപിയെ വെക്കിട്ട് കയറാൻ നിൽക്കും. കാര്യം എന്താ വെച്ചാൽ, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തൃശ്ശൂർക്കാർക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ തെറ്റുപറ്റിയതാർക്കാ? പാലക്കാട്ടുകാർക്കാണ്. ഇനി നിങ്ങൾ എവിടെ നിന്ന് ജയിക്കോ? ഇനി നിങ്ങൾ എവിടെ പോയെന്നാ ജയിക്കാനാ? എവിടെ പോയെന്നാലും ജയിക്കില്ല, അതുറപ്പാ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുമ്പോ തന്നെ പെണ്ണുങ്ങൾ ഇപ്പൊ എന്താ പറയാ, ഭയങ്കര കാർക്കിച്ച് തുപ്പുന്ന ഒരു കണ്ടീഷനായി. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര എന്താ വെച്ചാൽ, നമ്മളെ പാർട്ടി ബേസിലല്ലെങ്കിലും നിങ്ങളൊക്കെ ഒരു യുവ നേതാവ് പൊന്തി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം എന്താ വെച്ചാല്, നല്ലൊരു ചുറുചുറുക്കുള്ള ഒരാള്. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളോട് വെറുപ്പായത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു നേതാവ് കോൺഗ്രസ്സിൽ വലിയൊരു സ്ഥാനത്ത്, എന്ന് വെച്ചാൽ നിങ്ങൾ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി വരെ ആവാനുള്ള ഒരു അവസരം ആണ് നിങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെൺവിഷയത്തിൽ എല്ലാവരും പെൺവിഷയത്തിലാണ് പോകുന്നത്. കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ടല്ലോ, സന്ദീപ് വാര്യർ. ആ പുള്ളിക്കാരനും പണ്ട് എവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടി, ഇപ്പം BJP അങ്ങടി ആടി. ഇനിയിപ്പോ അവിടെ വന്ന് അവിടെ ഇതൊക്കെ കേൾക്കാം ഇനി അധികം താമസിയാതെ. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോ എന്തായാലും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ഇലക്ഷനിൽ തീരുമാനമാവുമല്ലോ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ മത്സരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനി ഉള്ള സ്ഥാനം ആരെങ്കിലും കൊടുത്തു ഇത് അവസാനിപ്പിക്കുക. എന്നിട്ട് സൈഡിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാനേ ഇനി നിവൃത്തിയുള്ളൂ. എന്നുവെച്ചാൽ എല്ലാവരും വെറുക്കപ്പെട്ട ഒരാളായി പോയില്ലേ നിങ്ങളെ. പക്ഷെ എന്നാലും കുറെ ആൾക്കാർ പുറകുന്നുണ്ട്. അവരൊക്കെ എന്താ പറയാ, ചക്കിക്കൊത്ത ചങ്കരന്മാർ എന്ന് തന്നെ പറയാം.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ തെറി വിളിച്ച് വാട്ടാ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.